പശ്ചിമേഷ്യയിൽ ആശങ്ക പടർത്തി അമേരിക്കൻ നാവിക വ്യൂഹം പേർഷ്യൻ ഗൾഫിലേക്ക് സഞ്ചരിച്ചു തുടങ്ങി. ലോകം വീണ്ടും യുദ്ധഭീതിയിൽ വിറങ്ങലിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അർമഡ സൈനിക വ്യൂഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭീഷണിക്ക് മുന്നിൽ പ്രതിരോധം തകരില്ല എന്നാണ് ഇറാന്റെ പ്രതികരണം. ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും മോശമായ സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാണെന്നും ഇറാൻ അറിയിച്ചു കഴിഞ്ഞു. വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ, ടോമാഹോക്ക് മിസൈലുകൾ വഹിക്കുന്ന 3 ഡിസ്ട്രോയറുകൾ എന്നിവയാണ് ഇറാൻ ലക്ഷ്യമാക്കി മലാക്ക കടലിടുക്കിൽ നിന്ന് സഞ്ചരിച്ച ശേഷം പേർഷ്യൻ ഗൾഫിലേക്ക് നീങ്ങുന്നത്. നിലവിൽ ഇത് ആൻഡമാൻ കടലിലാണ്. ഇതിനു പുറമെ 1 ഡസനോളം F-15E യുദ്ധവിമാനങ്ങളെയും അമേരിക്ക മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നിലപാടുമായി UAE രംഗത്തെത്തിയിരുന്നു. ഇറാനെതിരായ നടപടികൾക്ക് എയർ സ്പേസ് അനുവദിക്കില്ല എന്ന് UAE വ്യക്തമാക്കി കഴിഞ്ഞു. സമുദ്രാതിർത്തിയും കരയും അനുവദിക്കില്ല എന്നും ആക്രമണത്തിനൊരു സഹായവും നൽകില്ല എന്നും UAE പറഞ്ഞു. സംഘർഷങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും UAEയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്ന അമേരിക്കൻ നാവിക വ്യൂഹവും പേർഷ്യൻ ഗൾഫിലേക്കുള്ള അതിന്റെ നീക്കവും പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. സുരക്ഷ എന്ന പേരിൽ ഉയർത്തിക്കാട്ടുന്ന ഈ ശക്തി പ്രദർശനം യഥാർത്ഥത്തിൽ ജനതകളുടെ ജീവനും പ്രദേശത്തിന്റെ സ്ഥിരതയും അപകടത്തിലാക്കുന്ന അപകടകരമായ രാഷ്ട്രീയ കളിയാണെന്ന് തിരിച്ചറിയാതെ പോകാൻ കഴിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അർമഡ സൈനിക വ്യൂഹം വാക്കുകളിലൂടെയും ആയുധങ്ങളിലൂടെയും ഭീഷണി വിതറി ഒരു മുഴുവൻ പ്രദേശത്തെയാകെ ഉണർത്തുന്നത് സമാധാനത്തിലേക്കല്ല, യുദ്ധത്തിനും നാശത്തിനും. പശ്ചിമേഷ്യ ഇതിനകം തന്നെ തീപ്പൊരി കൂമ്പാരമാണ്. വർഷങ്ങളായി തുടരുന്ന അധിനിവേശങ്ങളും ഉപരോധങ്ങളും പ്രതിനിധി യുദ്ധങ്ങളും കോടിക്കണക്കിന് മനുഷ്യരെ അഭയാർത്ഥികളാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ശക്തി കാണിക്കൽ എന്ന പേരിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നാവിക വ്യൂഹം എരിത്തിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയാണ്. യുദ്ധക്കപ്പലുകളും വിമാനവാഹിനികളും ആണവശേഷി സൂചിപ്പിക്കുന്ന ഭീഷണികളും ഒരുമിച്ച് നീങ്ങുമ്പോൾ അത് നയതന്ത്രത്തിന്റെ പരാജയവും രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിന്റെ ശൂന്യതയും മാത്രമാണ് വെളിപ്പെടുത്തുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി, ഉപരോധം, സമ്മർദ്ദം എന്ന വിദേശ നയം വ്യക്തമാണ് ഇവിടെ. അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ ചട്ടങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നാടകങ്ങളിൽ വെറും അലങ്കാര വാക്കുകളായി മാറും. ഇറാനെതിരായ ഉപരോധങ്ങൾ സാധാരണ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുമ്പോൾ അതിനെ രാജ്യസുരക്ഷ എന്ന മുദ്രാവാക്യത്തിൽ പൊതിയുന്നത് വൻ കപടതയാണ്. ഇറാന്റെ പ്രതികരണം ഭീഷണിക്ക് മുന്നിൽ പ്രതിരോധം തകരില്ല എന്നുള്ളതാണ്. അത് യുദ്ധോത്സുകതയുടെ പ്രഖ്യാപനമല്ല, മറിച്ച് തുടർച്ചയായ സമ്മർദ്ദങ്ങൾക്കുള്ള സ്വാഭാവിക പ്രതികരണമാണ്. യുദ്ധം ആരുടെ താല്പര്യത്തിനാണ്? സാധാരണ ജനങ്ങളുടേതല്ല. യുദ്ധത്തിൽ മരിക്കുന്നത് സൈനികരും പൗരന്മാരുമാണ്. ലാഭം കൊയ്യുന്നത് ആയുധ നിർമ്മാതാക്കളും രാഷ്ട്രീയ കരാറുകാരുമാണ്. അമേരിക്കൻ നാവിക വ്യൂഹം നീങ്ങുമ്പോൾ ഒരേ സമയം ഓഹരി വിപണിയിൽ ആയുധ കമ്പനികളുടെ വില ഉയരുന്നു. ഇതാണ് യുദ്ധത്തിന്റെ ക്രൂരമായ സാമ്പത്തിക യാഥാർത്ഥ്യം. മനുഷ്യജീവിതം അക്കങ്ങളായി മാറുന്ന ഈ ലോകത്ത് ശക്തി എന്ന വാക്കിനു പിന്നിലെ നിഗൂഢത വെളിപ്പെടുത്തണം. പശ്ചിമേഷ്യയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വിദേശ സൈനിക ഇടപെടലുകൾ സമാധാനം കൊണ്ടുവന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഇറാഖ് മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ, ലിബിയ മുതൽ സിറിയ വരെ, ഇവിടെയെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ബോംബുകൾ വീണുവോ അവിടെയെല്ലാം ശൂന്യതയും അസ്ഥിരതയും മാത്രം ബാക്കിയായി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആയിരിക്കെ പേർഷ്യൻ ഗൾഫിലേക്ക് നീങ്ങുന്ന ഈ നാവിക വ്യൂഹം സ്ഥിരത ഉറപ്പാക്കുമെന്ന് പറയുന്നത് ചരിത്രത്തെ പരിഹസിക്കുന്നത് പോലെയാണ്. ഇറാൻ ഒരു രാജ്യം മാത്രമല്ല, അതൊരു സംസ്കാരവും ജനതയും കൂടിയാണ്. അവരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് മേഖലയിലെ മത രാഷ്ട്രീയ സംഘർഷങ്ങളെ കൂടുതൽ വഷളാക്കും. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന്റെ അഗ്നി അതിർത്തികളിൽ ഒതുങ്ങില്ല. അത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ സുരക്ഷയെയും മനുഷ്യ സുരക്ഷയെയും തന്നെ ബാധിക്കും. എണ്ണവിലയുടെ കുതിച്ചുയരൽ മുതൽ കടൽപാതകളുടെ അസുരക്ഷ വരെ ഫലങ്ങൾ ലോകമൊട്ടാകെ അനുഭവിക്കേണ്ടി വരും. ഇത്തരമൊരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനം അപരാധകരമാണ്. സമാധാനത്തിനായി നിലകൊള്ളേണ്ട ശക്തികൾ യൂറോപ്പ് മുതൽ ഏഷ്യ വരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. നയതന്ത്രം, സംഭാഷണം, പരസ്പര ബഹുമാനം ഇവയാണ് യുദ്ധത്തിന് പകരമുള്ള വഴികളെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആയുധങ്ങളുടെ ഭാഷ സംസാരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് മുന്നിൽ ലോകം തല കുനിക്കാതിരിക്കേണ്ടതുണ്ട്. ഡൊണാൾഡ് ട്രംപ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ ശൈലി, അധികാരത്തിന്റെ അഹങ്കാരം, ജനകീയ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന ദേശീയത, ഞങ്ങൾ ആദ്യം എന്ന സ്വാർത്ഥത എന്നിങ്ങനെയാണ്. അത് ആഗോള സമാധാനത്തിന് ഭീഷണിയാണ് എന്നതാണ് വാസ്തവം. യുദ്ധം ഒരു ട്വീറ്റിലോ പ്രഖ്യാപനത്തിലോ തുടങ്ങി തീരുന്ന ഒന്നല്ല, അത് തലമുറകളോളം നീളുന്ന മുറിവുകളാണ്. ഈ സത്യം മറന്നാൽ നാളെ ചരിത്രം നമ്മെ കഠിനമായി വിധിക്കുക തന്നെ ചെയ്യും.